എൻഡിഎ പാർലമെന്ററി പാർട്ടി നേതാവായി വീണ്ടും നരേന്ദ്രമോദി. രാജ്നാഥ് സിംഗിന്റെ നിർദ്ദേശം ഐക്യകണ്ഠേന പിന്തുണച്ച അംഗങ്ങൾ. യോഗത്തിൽ പങ്കെടുത്ത ചന്ദ്രബാബു നായിഡു, നിതീഷ് കുമാർ എന്നിവരും മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഞായറാഴ്ച. എൻഡിഎ യോഗത്തിൽ ഭരണഘടനയെ ആദരിച്ച് പ്രധാനമന്ത്രി. യോഗത്തിന് പിന്നാലെ എക്സിൽ ഭരണഘടനയ്ക്കൊപ്പമുള്ള ഫോട്ടോയും പ്രധാനമന്ത്രി പങ്കുവച്ചു. ജീവിതത്തിലെ ഓരോ നിമിഷവും ഡോക്ടർ അംബേദ്കർ നൽകിയ ഇന്ത്യൻ ഭരണഘടനയുടെ മഹത്തായ മൂല്യങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്ന പോസ്റ്റിൽ. കേന്ദ്ര സർക്കാർ രൂപീകരണത്തിൽ കടുംപിടുത്തം വിടാതെ ഘടകകക്ഷികൾ. മന്ത്രിപദങ്ങൾ കൂടാതെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവി കൂടി ആവശ്യപ്പെടാൻ ടിഡിപി ജെഡിയു നീക്കം. സർക്കാർ രൂപീകരണത്തിൽ എൻഡിഎക്കൊപ്പമെന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. മൂന്നാം ഊഴത്തിൽ രാജ്യത്തിന് നന്ദി പറഞ്ഞ നരേന്ദ്രമോദി. വികസിത ഭാരതം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും. രാജ്യത്തിന്റെ അന്തസ്സത്തെയാണ് സഖ്യം ഉയർത്തിപ്പിടിക്കുന്നതെന്നും 10 വർഷത്തെ ഭരണ മികവ് തുടരുമെന്നും മോദിയുടെ വാഗ്ദാനം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്ക്. നരേന്ദ്രമോദിയോടൊപ്പം ഞായറാഴ്ച സത്യപ്രതിജ്ഞ നിർദ്ദേശം നൽകി കേന്ദ്ര നേതൃത്വം. തന്റെ മന്ത്രിപദം ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും നിഷേധിയാവില്ലെന്നും സുരേഷ് ഗോപി ന്യൂസ് മലയാളത്തോട്. മൂന്നാം എൻഡിഎ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മാൽദ്വീപ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുഫ് പങ്കെടുക്കും. ശനിയാഴ്ച ഡൽഹിയിലേക്ക് യാത്ര തിരിക്കും. മുയൂസുഫിനൊപ്പം മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് റിപ്പോർട്ട്. യാക്കോബിയ സഭ നിരണം. മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കുറിലീസിന് മറുപടിയുമായി മുഖ്യമന്ത്രി. പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ടാകുമെന്ന പ്രതികരണം. മറുപടി: കിറ്റ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നിലധികം പ്രാവശ്യം വീഴില്ലെന്ന കുറിലോസിന്റെ വിമർശനത്തിൽ. സിപിഎമ്മിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി എസ്എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തിരഞ്ഞെടുപ്പ് ഫലം പിന്നോക്ക വിഭാഗങ്ങൾക്ക് സർക്കാരിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും നീതി ലഭിക്കാത്തതിന് കിട്ടിയ തിരിച്ചടി. ഇടതുപക്ഷം ചിന്തിക്കുന്നത് മുസ്ലിങ്ങളെ എങ്ങനെ പ്രീണിപ്പിക്കാമെന്നാണെന്നും വെള്ളാപ്പള്ളി. ന്യൂസ് മലയാളം ഇംപാക്ട് ലേക്ക് ഷോർ ആശുപത്രിക്കെതിരായ അവയവ കച്ചവട വാർത്തയിൽ പ്രതികരിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ന്യൂസ് മലയാളം പുറത്തുകൊണ്ടുവന്നത് ഗൗരവതരമായ വാർത്ത. ശ്രദ്ധയിൽപ്പെട്ടയുടൻ പരിശോധിക്കാൻ കേസോട്ടോയ്ക്ക് നിർദ്ദേശം നൽകി. റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടിയെടുക്കും. ഒരു തരത്തിലുമുള്ള ചൂഷണങ്ങൾ അനുവദിക്കില്ലെന്നും ആരോഗ്യമന്ത്രി. തൃശൂർ ഡിസിസി ഓഫീസിൽ കയ്യാങ്കളി. സെക്രട്ടറി സജീവൻ കുര്യച്ചിറയ്ക്ക് മർദ്ദനം. ഡിസിസി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ നേതൃത്വത്തിൽ മർദ്ദിച്ചെന്ന ആരോപണം. സിപിഎമ്മിനെതിരെ ഒളിയമ്പുമായി ആർജെഡി. പുതിയ കാലഘട്ടത്തിലെ മാറ്റം എൽഡിഎഫ് മനസ്സിലാക്കണമെന്ന വിമർശനം. മന്ത്രിസ്ഥാനം നൽകാത്തതിൽ അതൃപ്തി പരസ്യമാക്കി ആർജെഡി ദേശീയ സെക്രട്ടറി വർഗീസ് ജോർജ്. രാജ്യസഭയിൽ പങ്കാളിത്തം വേണമെന്നും ആവശ്യം. സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയോ എന്ന് അറിയുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. 600 വാഗ്ദാനങ്ങളിൽ വിരലിൽ എണ്ണാവുന്നതൊഴിച്ച് ബാക്കിയുള്ളവ നടപ്പാക്കിയെന്നും മുഖ്യമന്ത്രി. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യാപേക്ഷയ്ക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ജാമ്യാപേക്ഷ പരിഗണിക്കരുതെന്നും ജാമ്യത്തിൽ വിട്ടയച്ചാൽ അന്വേഷണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇഡി. ഹർജി വീണ്ടും പരിഗണിക്കുക ജൂൺ 14-ന്. സംസ്ഥാന ബിജെപിയിൽ നേതൃമാറ്റമെന്ന സൂചന. എം.ടി. രമേശ് ബിജെപി സംസ്ഥാന അധ്യക്ഷനായേക്കും. രമേശിന് ആർഎസ്എസിന്റെ പിന്തുണ. കെ സുരേന്ദ്രൻ രാജ്യസഭയിലേക്കെന്നും സൂചന. യുഡിഎഫ് വിജയാഹ്ലാദത്തിൽ വനിതാ ലീഗ് പ്രവർത്തകർക്ക് വിലക്കേർപ്പെടുത്തിയതിൽ വിശദീകരിച്ച ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി.കെ. ഷാഗുൽ ഹമീദ. വിലക്കല്ല, മതനിഷ്കർഷ പാലിക്കാനുള്ള നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തത്. പാനൂരിലെ വനിതാ ലീഗ് പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനത്തിൽ വിമർശനമുണ്ടായതിനാലാണ് നിർദ്ദേശം നൽകിയതെന്നും ഷാഹുൽ. രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെ നടപടി കടുപ്പിച്ച് ഹൈക്കോടതി. LED ലൈറ്റുകൾ ഉൾപ്പെടെ നീക്കം ചെയ്യണം.
ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കോൺട്രാക്ട് ഗ്യാരേജ് വാഹനങ്ങൾക്കെതിരെയും നടപടി വേണം. ബ്ലോഗർമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നും നിർദ്ദേശം. കോഴിക്കോട് മദ്യപിച്ച് ഹോട്ടലിൽ ബഹളമുണ്ടാക്കിയ കേസിൽ എസ്ഐക്ക് സസ്പെൻഷൻ. നടപടി ബാലുശ്ശേരി സ്റ്റേഷനിലെ ഗ്രേഡ് എസ്ഐ രാധാകൃഷ്ണനെതിരെ ഹോട്ടലിൽ സ്ഥിരമായി പണം നൽകാതെ പോകുന്നുവെന്ന പരാതി. ജീവനക്കാരെ ഭീഷണിപ്പെടുത്താറുണ്ടെന്നും ഹോട്ടൽ അധികൃതർ. കൊച്ചി രാജ്യാന്തര അവയവ കച്ചവട കേസിൽ എറണാകുളം ജില്ലയിലെ ആശുപത്രികളും നിരീക്ഷണത്തിൽ. വിദേശികളെ അവയവം മാറ്റിവെക്കുവാൻ കൊച്ചിയിൽ എത്തിച്ചെന്ന മുഖ്യ ഏജന്റിന്റെ മൊഴി. 11 വിദേശികളുടെ അവയവം മാറ്റിവെച്ചെന്ന ബെല്ലം രാമപ്രസാദ് ഗുണ്ട. അന്വേഷണം ശക്തമാക്കി പോലീസ്. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും 54,000 കടന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 54,080 രൂപ, ഗ്രാമിന് വർദ്ധിച്ചത് 30 രൂപ. സ്വർണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഓഹരി വിപണിയിലെയും അന്താരാഷ്ട്ര വിപണിയിലെയും ചലനങ്ങളെ തുടർന്നു. ഓഹരി കുംഭകോണ ആരോപണങ്ങൾക്ക് പിന്നാലെ വിപണിയിൽ നേട്ടം. സെൻസെക്സ് 1.619 പോയിന്റ്, നിഫ്റ്റി 469 പോയിന്റും ഉയർന്നു. RBI GDP വളർച്ചാ അനുമാനം 7.2% ഉയർത്തിയതിനെ തുടർന്ന് ആഭ്യന്തര സൂചികകൾ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചത് പുതിയ ഉയരത്തിൽ. മാറ്റമില്ലാതെ റിപ്പോ നിരക്ക്. RBI റിപ്പോ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്തുന്നത് തുടർച്ചയായി 8ാം തവണ. ഫെബ്രുവരി 2023 ശേഷം ഇതുവരെ റിപ്പോ നിരക്കിൽ മാറ്റമുണ്ടായിട്ടില്ല. T20 ലോകകപ്പിൽ കാനഡ അയർലൻഡ് മത്സരം ആരംഭിച്ചു. ടോസ് നേടിയ അയർലൻഡ് കാനഡയെ ബാറ്റിംഗിന് അയച്ചു. കന്നി പോയിന്റിനാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത്. പേസർമാരെ പിന്തുണയ്ക്കുന്ന പിച്ചെന്ന വിലയിരുത്തൽ. ഗ്രൂപ്പ് മത്സരങ്ങളിൽ നാളെ ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാനെ നേരിടും. NDA പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ സന്ദർശിച്ച നരേന്ദ്രമോദി. സന്ദർശനം അദ്വാനിയുടെ വസതിയിൽ വെച്ച് സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിക്കുന്നതിനായി രാഷ്ട്രപതിയെ സന്ദർശിക്കും മുൻപ്. സുരേഷ് ഗോപിയുടെ വിജയം പ്രത്യേകം പരാമർശിച്ച് മോദി. ദക്ഷിണ ഭാരതത്തിൽ പുതിയ രാഷ്ട്രീയത്തിന് തുടക്കം. നിരവധി പ്രവർത്തകർ കേരളത്തിൽ ബലിദാനികളായി. വേട്ടയാടലുകൾ സഹിച്ചു തുടർന്ന പരിശ്രമം ഒടുവിൽ വിജയം കണ്ടെത്തുന്നു മോദി. വോട്ടിംഗ് മെഷീൻ വിവാദത്തിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് നരേന്ദ്രമോദി. വിമർശനം NDA പാർലമെന്ററി നേതാവായി തെരഞ്ഞെടുത്ത ശേഷമുള്ള പൊതുയോഗത്തിൽ 2024 ലോക്സഭാ ഫലത്തെ NDAയുടെ മഹത്തായ വിജയമായി കാണുന്നുവെന്നും നരേന്ദ്രമോദി. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിക്ക് ജാമ്യം. കേസ് BJP സർക്കാരിനെ കമ്മീഷൻ സർക്കാർ എന്ന് ആക്ഷേപിച്ചതിന് ജാമ്യം അനുവദിച്ചത് ബംഗളൂരു സിവിൽ സെഷൻസ് കോടതി. കേസ് വീണ്ടും പരിഗണിക്കുക ജൂലൈ 30-ന്. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം. ശക്തമായ കാറ്റിന് സാധ്യതയെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് സർക്കാർ ചട്ടം മറികടന്ന 64 ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്ന് കണ്ടെത്തൽ ഓപ്പറേഷൻ പ്രൈവറ്റ് പ്രാക്ടീസ് എന്ന വിജിലൻസ് പരിശോധനയിൽ. വിവിധ മെഡിക്കൽ കോളേജുകളിലെ 19 ഡോക്ടർമാരും സ്വകാര്യ പ്രാക്ടീസ് നടത്തിയെന്നും കണ്ടെത്തൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ യോഗം ചേർന്നു. യോഗത്തിൽ പങ്കെടുത്ത MLA, കളക്ടർ, ആശുപത്രി അധികൃതർ എന്നിവർ കുറ്റമറ്റ നിലയിൽ ചികിത്സ ലഭ്യമാക്കുന്നതിന് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളുടെയും പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യണമെന്നാണ് യോഗ തീരുമാനം. വീണ്ടും കുഞ്ഞൻ ബസ്സുകളുമായി KSRTC. 32 സീറ്റുള്ള മിനി ഓർഡിനറി ബസിന്റെ ട്രയൽ റൺ നടത്തി മന്ത്രി KB ഗണേഷ് കുമാർ. ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ മിനി ബസ്സുകൾ ലക്ഷ്യം വെക്കുന്നത് മലയോര മേഖലകളിലെ ഉൾപ്പെടെയുള്ള സർവീസുകൾ നടത്തുവാൻ. KSRTC ബസ്സിൽ യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. കുന്നമംഗലം സ്വദേശി വിജിതാണ് മരിച്ചത്. ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിൽ
നാട്ടിലേക്ക് വരികയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. KSRTC ബസിന് മുകളിൽ ഉണങ്ങിയ മരക്കൊമ്പ് വീണ് അപകടം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ചീയപ്പാറയ്ക്ക് സമീപം. പാലായിൽ നിന്നും കാന്തല്ലൂരിലേക്ക് പോകുകയായിരുന്ന KSRTC ബസിന് മുകളിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ ബസിന്റെ മുൻഭാഗത്തെ ചില്ല് തകർന്നു. ആർക്കും പരിക്കുകളില്ല. ബസിൽ നിന്ന് പുറത്തേക്ക് വീഴാൻ പോയ യാത്രക്കാരനെ മിന്നൽ വേഗത്തിൽ രക്ഷിച്ച് കണ്ടക്ടർ. സംഭവം കൊല്ലം കാരാളിമുക്ക് ശാസ്താംകോട്ട റൂട്ടിൽ. യാത്രക്കാരനെ രക്ഷപ്പെടുത്തിയത് കണ്ടക്ടർ വിജിത് ലാൽ. ബസിലെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. റോഡിന് കുറുകെ വീണ് കിടന്ന ആഞ്ഞിലി മരം 2 ആഴ്ചയ്ക്ക് ശേഷം മുറിച്ചുമാറ്റി. നീരേറ്റുപുറം IOBക്ക് സമീപമാണ് ആഞ്ഞിലി മരം വീണ് കിടന്നത്. മരത്തിന്റെ ഉടമ വിദേശത്തായതിനാൽ മരം വെട്ടിമാറ്റുവാൻ കാലതാമസം നേരിട്ടു. ജനപ്രതിനിധികൾ ഉടമയുമായി ഫോണിൽ ബന്ധപ്പെട്ട ശേഷമാണ് 2 ആഴ്ചയോളം മാർഗതടസ്സമായി കിടന്ന മരം വെട്ടിമാറ്റിയത്. മരം വീണ ശേഷം വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചിരുന്നു. കൊല്ലം ചിന്നക്കടയിൽ കോൺഗ്രസ് നേതാവ് K മുരളീധരന് അഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഫ്ലെക്സ് ബോർഡുകൾ. നിങ്ങൾ ഞങ്ങളുടെ ഹൃദയമാണ്, ധീരനായ പോരാളിക്ക് അഭിവാദ്യങ്ങൾ എന്ന ഫ്ലെക്സ് ബോർഡ് കൊല്ലത്തെ കോൺഗ്രസുകാർ എന്ന പേരിൽ. CPM-നെ വിമർശിച്ചും ലീഗിനെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ. തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായത് പിണറായി വിജയന്റെ ധാർഷ്ട്യം മുതൽ SFIയുടെ ആക്രമം വരെ. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി. കോടതി നിർദ്ദേശം കൊണ്ടോട്ടി ഡിവിഷൻ ഡിവൈഎസ്പിക്ക്. തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തിങ്കളാഴ്ച. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയ്ക്കും കോടതി നോട്ടീസ് അയച്ചു. ബലിപ്പെരുന്നാൾ ജൂൺ 17-ന്. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് മാസപ്പിറവി കണ്ടു. ജൂൺ 17 തിങ്കളാഴ്ച ബലിപ്പെരുന്നാൾ ആയിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. സൗദി അറേബ്യയിൽ മാസപ്പിറവി ദൃശ്യമായി. ഗൾഫ് രാജ്യങ്ങളിൽ ബലിപെരുന്നാൾ ആഘോഷം ജൂൺ 16-ന്. മാസപ്പിറവി കാണാത്തതിനാൽ ഒമാനിൽ മാത്രം ബലിപെരുന്നാൾ ജൂൺ 17-നാകും. ഹജ്ജിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ 15-ന് നടക്കും. കൈ വെട്ടിയെടുക്കുമെന്ന ഭീഷണി പ്രസംഗവുമായി CPM നേതാവ്. വിവാദ പ്രസംഗം നടത്തിയത് CPM പത്തനംതിട്ട തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ പ്രസാദ്. വിവാദ പരാമർശം CPM സ്ഥാപിച്ച കൊടിമരം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നീക്കം ചെയ്തതിൽ. ഭീഷണി പ്രസംഗം നടത്തിയത് കോന്നി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ചിനിടെ. കണ്ണൂർ മയിൽ ഇരുവാപ്പുഴ നമ്പ്രത്ത് 3 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മരിച്ചത് ജോബിൻ, നിവേദ്, അഭിനവ് എന്നിവർ. ബന്ധുക്കളായ 3 പേരും കുളിക്കാനെത്തിയപ്പോൾ അപകടത്തിൽപ്പെടുകയായിരുന്നു. മധ്യവയസ്കനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച കേസിൽ വീട്ടുജോലിക്കാരനായ അന്യസംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. പിടിയിലായത് അസം സ്വദേശി ഗോകുൽ ഗാർഗ്. ആക്രമണത്തിന് കാരണം ഉടമസ്ഥനുമായുള്ള തർക്കം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി അതിക്രമിച്ച കേസിൽ 13 വർഷം കഠിന തടവും 1.25 ലക്ഷം രൂപ പിഴയും വിധി പ്രസ്താവിച്ചത് പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി. പിഴത്തുക പെൺകുട്ടിക്ക് നൽകാനും അല്ലാത്തപക്ഷം 15 മാസം അധിക കഠിന തടവ് അനുവദിക്കണമെന്നും കോടതി. വെള്ളാർമല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിലെ SSLC, +2, NMSS, LSS വിജയികളെ ആദരിച്ചു. കൽപ്പറ്റ MLA T സിദ്ദിഖ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് 100% വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി. കേരള പോലീസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണം നടത്തി. വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചായിരുന്നു പഠനോപകരണ വിതരണം. വയനാട് അഡീഷണൽ SP വിനോദ് പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു.
അനാഥരായ കുട്ടികളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വയനാട് ജില്ലയിൽ ശിശു സംരക്ഷണ കേന്ദ്രം ആരംഭിക്കും. സംരക്ഷണ കേന്ദ്രം ആരംഭിക്കുവാൻ നടപടികൾ സ്വീകരിച്ചതായി ശിശുക്ഷേമ സമിതി സെക്രട്ടറി കെ രാജൻ. ജൂൺ 11-ന് ചിത്രമൂല ശിശു സംരക്ഷണ കേന്ദ്രത്തിൽ അന്താരാഷ്ട്ര ശിശുദിന ആഘോഷം നടത്തും. കോഴിക്കോട് പയ്യോളിയിൽ ബൈക്ക് ലോറിക്കടിയിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ചു. വടകര ചേറോട് സ്വദേശി സജീന്ദ്രനാണ് മരിച്ചത്. തിക്കോടി റെയിൽവേ സ്റ്റേഷൻ ട്രാഫിക് സ്റ്റാഫ് ആണ് മരിച്ച സജീന്ദ്രൻ. രാവിലെ വടകരയിൽ നിന്ന് ജോലിക്ക് വരുമ്പോഴാണ് അപകടമുണ്ടായത്. തൃശൂർ ആതിരപ്പള്ളിയിൽ വീട്ടുമുറ്റത്തെ കിണറ്റിൽ വീണ പുലിയെ രക്ഷപ്പെടുത്തി. 2 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുലി വീണത് ഇന്ന് പുലർച്ചെ. പുലിയെ രക്ഷിച്ചത് ചാലക്കുടിയിൽ നിന്നുള്ള റെസ്ക്യൂ സംഘം. കിണറ്റിൽ നിന്നും പുറത്തെത്തിയ പുലി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അശാസ്ത്രീയ നിർമ്മാണം മൂലം റോഡ് തകരുന്നതായി പരാതി. ഇടിയുന്നത് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിലെ റോഡിൽ പലയിടത്തും ബലക്ഷയമുണ്ടെന്നും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതിയുണ്ടെന്നും ആരോപിച്ച പ്രദേശവാസികൾ റോഡിന്റെ ഗുണനിലവാരം അടിയന്തരമായി പരിശോധിക്കണമെന്നും ആവശ്യം. ആവേശ മോഡലിൽ വടിവാൾ കൊണ്ട് കേക്ക് മുറിച്ച് പൊല്ലാപ്പിലായി യുവാക്കൾ. സംഭവം പത്തനംതിട്ട ഇലവുംതിട്ടയിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ദൃശ്യങ്ങൾ വൈറലായതിനെ തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിൽ വടിവാൾ തടികൊണ്ടെന്ന് കണ്ടെത്തി. തടിവാൾ വാടകയ്ക്കെടുത്തതാണെന്നും യുവാക്കൾ. ഓഹരി വിപണി അഴിമതി ആരോപണത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബിജെപി നേതാവ് നിതേഷ് റാണെ. നാഷണൽ ഹെറാൾഡ് അഴിമതി ആരോപണ കേസിൽ രാഹുൽ ഗാന്ധിയുടെ കുടുംബം ജാമ്യത്തിലെന്നും ഒരാൾക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് ധാർമ്മിക അവകാശമില്ലെന്നും റാണെ. നടിയും എംപിയുമായ കങ്കണ റണൌത്തിനെ വനിതാ CISF കോൺസ്റ്റബിൾ ആക്രമിച്ചതിൽ പ്രതികരിച്ച പഞ്ചാബ് BJP പ്രസിഡന്റ് സുനിൽ ജാഖർ. സുരക്ഷാ യൂണിഫോം ധരിച്ച ഒരാൾ ഇത്തരമൊരു നിയമവിരുദ്ധമായ അക്രമത്തിൽ ഏർപ്പെട്ടത് ആശങ്കാജനകമെന്ന ജാഖർ. സംഭവം പഞ്ചാബിനെയും അവിടുത്തെ ജനങ്ങളെയും അപകീർത്തിപ്പെടുത്തുന്നതെന്നും ജാഖർ. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ കൂറുമാറ്റത്തിൽ കടുത്ത നടപടിക്കൊരുങ്ങി അഖിലേഷ് യാദവ്. 7 വിമത MLA-മാരുടെ പാർട്ടി അംഗത്വം റദ്ദാക്കും. നീക്കം തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ പാർട്ടിയിലേക്ക് തിരിച്ചെത്താൻ MLA-മാർ ശ്രമിക്കുന്നതിനിടെ BJP MP കങ്കണ റണൌട്ടിനെ നേരെയുണ്ടായ ആക്രമണത്തിൽ പ്രതികരിച്ച് ശിവസേന നേതാവ് സഞ്ജയ് റാവത്ത്. MPക്ക് നേരെയുണ്ടായ ആക്രമണം ഖേദകരം. ചിലർ വോട്ട് ചെയ്യും, മറ്റു ചിലർ അടിക്കുമെന്നും റാവത്ത്. സത്യത്തിൽ സംഭവിച്ചതെന്താണെന്ന് തനിക്കറിയില്ലെന്നും റാവത്ത്. വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ച് പാർലമെന്റ് സമുച്ചയത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച 3 തൊഴിലാളികൾ അറസ്റ്റിൽ. വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്തത് ഉത്തർപ്രദേശ് സ്വദേശികളെ. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തത് കാസിം, മോനീസ്, സോയബ് എന്നിവരെ. സീറോ വേസ്റ്റ് കല്യാണം നടത്തി വൈറലായി ബംഗളൂരുവിലെ വധൂവരന്മാർ. ആഗ്രഹം പൂർത്തീകരിച്ചത് പൂക്കളും കോട്ടൺ നൂലുകളും കൊണ്ടുള്ള വിവാഹമാലകൾ ഉപയോഗിച്ചും വാഴയിലയിൽ ഭക്ഷണം നൽകിയും കരിമ്പും മാങ്ങയും ഓലയും കൊണ്ട് വേദിയും മണ്ഡപവും അലങ്കരിച്ചും. വൈകുന്നേരത്തോടെ വേദി മാലിന്യരഹിതമായെന്ന് പറയുന്ന വധൂവരന്മാരുടെ വീഡിയോ കണ്ടത് 7 ദശലക്ഷത്തിലധികം ആളുകൾ. ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം ന്യായമെന്ന് JDU നേതാവ് ആനന്ദ് മോഹൻ. ബീഹാറിന് പ്രത്യേക പദവി എന്ന ആവശ്യം നിറവേറ്റണമെന്നും ആനന്ദ് മോഹൻ. പ്രതികരണം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വസതിയിൽ നടന്ന പാർലമെന്ററി യോഗത്തിന് മുൻപായി. സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസ് നേതാവ് കമൽനാഥ്. ചർച്ചയിൽ മധ്യപ്രദേശും രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും. മോദി സർക്കാരല്ല, മറിച്ച് NDA സർക്കാരാണ് അധികാരത്തിലേറുന്നതെന്നും കമൽനാഥ്. തൊഴിൽ കുംഭകോണ കേസിൽ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനും മറ്റ് 77 പ്രതികൾക്കുമെതിരെ അന്തിമ കുറ്റപത്രം സമർപ്പിച്ച CBI. കോടതി കേസ് പരിഗണിക്കുക ജൂലൈ 6-ന്. തേജസ്വി യാദവ്, റബ്രി ദേവി എന്നിവർക്കെതിരെയും കേസിൽ പ്രതികൾ. രാജസ്ഥാനിൽ തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് 20 പേർക്ക് പരിക്ക്, 3 പേർ ഗുരുതരാവസ്ഥയിൽ. അപകടം ദൌസിലെ ബ്രഹ്മാത് ഗ്രാമത്തിന് സമീപം.
അപകടത്തിൽപ്പെട്ടത് ചാർധാം തീർത്ഥാടനത്തിൽ നിന്നും മടങ്ങുന്നവർ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. യുപിയിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ച യുവതിക്ക് വെടിയേറ്റു. വെടിയേൽക്കുന്നതിന് മുൻപ് പെൺകുട്ടി യുവാവിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. പെൺകുട്ടി അപകടനില തരണം ചെയ്തു. ബീഹാറിൽ 3 കുട്ടികൾ നദിയിൽ മുങ്ങി മരിച്ചു. 2 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. മരണം ജഗത്സിംഗ്പൂർ ഗ്രാമത്തിലെ ബുർഖി ഗണ്ഡക് നദിയിൽ കുളിക്കുവാനിറങ്ങിയപ്പോൾ. ജയ്പൂരിൽ ട്രെയിനിൽ തീപിടുത്തമുണ്ടായത് ഘാത്തിപുര സ്റ്റേഷന് സമീപം. ദൗലത്പൂർ സബർമതി എക്സ്പ്രസ് ട്രെയിനിന്റെ 3rd AC കോച്ചിൽ ആളപായമില്ല. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 2023-2024 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ശരാശരി വേഗത 84.48 കിലോമീറ്ററിൽ നിന്നും 76.25 കിലോമീറ്ററായി കുറഞ്ഞതായി റെയിൽവേ മന്ത്രാലയം. സംവിധാനം ജാഗ്രതാ വേഗത നിലനിർത്തുവാൻ. വന്ദേ ഭാരതിനൊപ്പം മറ്റു പല ട്രെയിനുകളും പല സ്ഥലങ്ങളിലും ജാഗ്രതാ വേഗത നിലനിർത്തുന്നുണ്ടെന്നും റെയിൽവേ. നാസയുടെ ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ നിലയത്തിലെത്തി. പ്രതിസന്ധികളെ അതിജീവിച്ച സുനിത വില്യംസും ബുച്ച് വിൽമോറും ബഹിരാകാശത്ത്. ഇത് സുനിതയുടെ 3ാം ബഹിരാകാശ ദൗത്യം. ക്രൂഡ് സ്പേസ് ക്രാഫ്റ്റ് പൈലറ്റാകുന്ന ആദ്യ വനിത എന്ന നേട്ടവും സുനിത വില്യംസിന്. റഷ്യയിൽ 4 ഇന്ത്യൻ വിദ്യാർത്ഥികൾ നദിയിൽ മുങ്ങി മരിച്ചു. വിദ്യാർത്ഥികൾ സെന്റ് പീറ്റേഴ്സ്ബർഗിനടുത്തുള്ള നദിയിൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഒരാൾ രക്ഷപ്പെട്ടു. ഒരു പെൺകുട്ടിയും 3 ആൺകുട്ടികളും മരിച്ചതായി റിപ്പോർട്ട്. ജൂൺ 9 ഫിലിപ്പീൻസിന്റെ 126ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഒരുങ്ങി UAE. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ വിപുലമായ ആഘോഷം സംഘടിപ്പിക്കുന്നത് എമിറേറ്റ്സ് ലവ്സ് ദി ഫിലിപ്പീൻസ് എന്ന സോഷ്യൽ മീഡിയ പേജ്. പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ നയതന്ത്ര സാമൂഹിക വ്യക്തികളും. സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് 4 ദിവസത്തെ അവധി പ്രഖ്യാപിച്ച് സൗദി അറേബ്യ. അവധി ബലിപ്പെരുന്നാളിനോടനുബന്ധിച്ച് ജൂൺ 15 മുതൽ 4 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചത് മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചെന്ന് കാട്ടി അബുദാബിയിൽ ഭക്ഷണശാല അടച്ചുപൂട്ടിയത് അബുദാബിയിലെ ദേസി പാക്ക് പഞ്ചാബ് എന്ന റെസ്റ്റോറന്റ്. നടപടി അടുക്കളയിൽ നിന്ന് ചെറിയ പ്രാണികളെ കണ്ടെത്തിയതിലും ശുചിത്വം പാലിക്കാത്തതിലും. ഫ്രാൻസിലെ D-Day വാർഷിക ചടങ്ങിൽ നിന്നും ഇറങ്ങിപ്പോയതിന് ക്ഷമ ചോദിച്ച് ഋഷി സുനക്. വിട്ടുനിന്നത് നോർമാണ്ടിയിൽ ലോക നേതാക്കളുമായുള്ള പ്രധാന അന്താരാഷ്ട്ര ചടങ്ങിൽ നിന്നും. ഫ്രാൻസിൽ കൂടുതൽ സമയം ചെലവഴിക്കാതിരുന്നത് തെറ്റായി പോയെന്നും എക്സിൽ കുറിച്ച ഋഷി സുനക്. സെയ്ഫ് അലി ഖാന്റെ പുതിയ ചിത്രം ജ്വൽ തീഫ് എത്തുന്നു. റോബി ഗ്ലോവൽ സംവിധാനം ചെയ്യുന്ന ത്രില്ലർ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായി. ചിത്രം പ്രദർശിപ്പിക്കുക നേരിട്ട് OTT-യിൽ. ചിത്രത്തിന്റെ പ്രമേയം യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ള രക്ഷാപ്രവർത്തന ഓപ്പറേഷൻ. AR മുരുകദോസും ശിവകാർത്തികേയനും ആദ്യമായി ആക്ഷൻ ത്രില്ലർ ചിത്രത്തിൽ. ഹെവി ആക്ഷൻ സീനുകളുടെ ഷൂട്ടിംഗ് നടക്കുന്നുവെന്ന് തമിഴ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ബോളിവുഡ് താരം വിദ്യുത് ജാംവാൽ വില്ലൻ. ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്ത് ബിജു മേനോനും. ചെറുകിട ഡിജിറ്റൽ ഇടപാടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന UPI ലൈറ്റ് വാലറ്റ് പരിഷ്കരിച്ച് RBI. നിശ്ചിത പരിധിയിൽ ബാലൻസ് താഴെ പോകുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി പണം വരവ് വെച്ച് UPI ലൈറ്റിൽ പണം നിറയ്ക്കുന്ന സംവിധാനമാണ് RBI അവതരിപ്പിച്ചത്. പരിഷ്കരണം മെച്ചപ്പെട്ട സേവനം ഉപയോക്താക്കൾക്ക് നൽകുന്നതിന് വേണ്ടിയെന്ന് RBI.
എയർ ഇന്ത്യ വിസ്താര ലയനത്തിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലിന്റെ അനുമതി. ലയനത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ ഗ്രൂപ്പ് രൂപീകരിക്കുകയാണ് ലക്ഷ്യം. ഈ വർഷം അവസാനത്തോടെ ലയനം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ലയനത്തിന് ശേഷം എയർ ഇന്ത്യയിൽ സിംഗപ്പൂർ എയർലൈൻസിന് 25.1% ഓഹരിയുണ്ടാകും. ഇന്ത്യയുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $615.5 ബില്യൺ രേഖപ്പെടുത്തിയത് എക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്ക്. മെയ് 31 വരെയുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് $4.83 ബില്യൺ വർധനവ്. ബംഗളൂരുവിനും ലണ്ടൻ ഗാറ്റ്വിക്കിനുമിടയിൽ നോൺ സ്റ്റോപ്പ് സർവീസ് ആരംഭിക്കുമെന്ന് അറിയിച്ച എയർ ഇന്ത്യ ഈ വർഷം ഓഗസ്റ്റ് 18 മുതൽ സർവീസ് ആരംഭിക്കുമെന്ന് കമ്പനി. എയർ ഇന്ത്യയുടെ പുതിയ തീരുമാനം UK-യിലെ രണ്ടാമത്തെ വലിയ വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന 5ാമത്തെ ഇന്ത്യൻ നഗരവുമായി ബംഗളൂരു മാറിയതോടെ 18ാം ലോക്സഭയിലെ കോടീശ്വര MP-മാരുടെ വിഹിതം 93% എന്ന റിപ്പോർട്ടുകൾ. കണക്കുകൾ പുറത്തുവിട്ടത് അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ്. ഈ വർഷത്തെ ഏറ്റവും ധനികനായ സ്ഥാനാർത്ഥിയായി 5705 കോടി രൂപ ആസ്തിയുള്ള ചന്ദ്രശേഖർ പെംസാനി. ബുക്ക് മൈ ഗോൾഡ് ലോൺ ക്യാമ്പയിൻ ആരംഭിച്ച മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡ്. ക്യാമ്പയിൻ പുതിയ ബ്രാൻഡ് അംബാസിഡറായ ഷാരൂഖ് ഖാനെ ഉൾപ്പെടുത്തി. ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് പുതിയ ഫീച്ചറുകൾ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് സ്വർണ്ണ വായ്പകൾ എളുപ്പത്തിൽ ലഭ്യമാക്കാൻ. ിലെ ഇവൈ വേൾഡ് എന്റർപ്രണറായി വെള്ളയൻ സുബ്ബയ്യ ഈ ബഹുമതി ലഭിക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരൻ. ട്യൂബ് ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനും ചോളമണ്ഡലം ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ലിമിറ്റഡിന്റെ ചെയർമാനുമാണ് വെള്ളയൻ സുബ്ബയ്യ. എണ്ണവാതക ഉൽപാദനം ഉയർത്തുന്നതിനായി സാങ്കേതിക സഹായം തേടി ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ. ടെൻഡറുകൾ സ്വീകരിക്കുന്നത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ONGC. മുംബൈ ഹൈഫീൽഡിൽ ഉൽപാദനം മെച്ചപ്പെടുത്താൻ. ഇന്ത്യയിൽ വാട്സ്ആപ്പ് ബിസിനസ് ആപ്പ് ഉപഭോക്താക്കൾക്കായി വേരിഫൈഡ് പ്രോഗ്രാം അവതരിപ്പിച്ച് മെറ്റ വേരിഫൈഡ് സബ്സ്ക്രിപ്ഷൻ സേവനത്തിലൂടെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേരിഫൈഡ് ബാഡ്ജ് സ്വന്തമാക്കാം. ഇതുവഴി വ്യാപാര സ്ഥാപനങ്ങളുടെ പേരിൽ വ്യാജ അക്കൗണ്ടുകൾ പ്രചരിക്കുന്നതും തടയാം. വരാനിരിക്കുന്ന മെട്രോ റെയിൽ സംരംഭങ്ങളിൽ സംയുക്ത പ്രവർത്തനത്തിനായി കൊങ്കൺ റെയിൽവേയുമായി കരാറിൽ ഒപ്പിട്ട ഡൽഹി മെട്രോ. ഇന്ത്യയിലും വിദേശത്തുമായി വരാനിരിക്കുന്ന പദ്ധതികളിൽ സഹകരിക്കാനാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതെന്ന് അധികൃതർ. നോർവേ ചെസ്സിൽ പ്രതീക്ഷയോടെ പ്രജ്ഞാനന്ദ. അവസാന റൗണ്ടിൽ നഗാമുറയാണ് ഇന്ത്യൻ താരത്തിന്റെ എതിരാളി. 1ാം നമ്പർ താരം മാഗ്നസ് കാൾസനെ കരുവാനെ നേരിടും. അവസാന റൗണ്ടിൽ ആവേശകരമായ പോരാട്ടം. T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ മത്സരം നാളെ. മഴ കാരണം ആദ്യ മത്സരം നഷ്ടമായ ഇംഗ്ലണ്ട് വിജയപ്രതീക്ഷയിൽ. മത്സരം രാത്രി 10:30 കേറിംഗ്ടൺ ഓവലിൽ. അമേരിക്കക്കെതിരെ നേരിട്ട തോൽവിയിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ വിമർശിച്ച വസീം അക്രം. തുടക്കത്തിൽ വിക്കറ്റുകൾ നഷ്ടമായത് കളി അമേരിക്കയ്ക്ക് അനുകൂലമാക്കി. പാകിസ്ഥാന്റെ നോക്കൌട്ട് പ്രതീക്ഷകൾ മങ്ങിയെന്നും വിമർശനം. വിരാട് കോഹ്ലിയെ വെല്ലുവിളിച്ച മുൻ ഇന്ത്യൻ താരം സുനിൽ ഗവാസ്കർ. വെല്ലുവിളി പാകിസ്ഥാനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ. പരിഹാസവും വെല്ലുവിളിയും ആദ്യ മത്സരത്തിൽ തിളങ്ങാനാവാത്ത സാഹചര്യത്തിൽ. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ തകർപ്പൻ ഫോമിലൂടെ യൂറോ കപ്പ് ചാമ്പ്യൻഷിപ്പ് തിരിച്ചുപിടിക്കുവാൻ കഴിയുമെന്ന് പോർച്ചുഗൽ പരിശീലകൻ റോബർട്ടോ മാർട്ടിനസ്. ക്രിസ്ത്യാനോ ഫുട്ബോൾ ലോകത്തെ വ്യത്യസ്തനായ താരമാണെന്നും അന്താരാഷ്ട്ര മത്സരങ്ങൾ ഏറ്റവും കൂടുതൽ കളിച്ചതിന്റെ അനുഭവ സമ്പത്ത് അയാൾക്കുണ്ടെന്നും മാർട്ടിനസ്. യൂറോ കപ്പ് ഫുട്ബോളിന് തുടക്കമാവുക ജൂൺ 15 മുതൽ. T20 ലോകകപ്പിൽ നാളെ ശ്രീലങ്ക ബംഗ്ലാദേശിനെ നേരിടും. മത്സരം രാവിലെ 6 മണിക്ക് ഗ്രാൻഡ് പ്രേരി സ്റ്റേഡിയത്തിൽ. ശ്രീലങ്കയുടെ ശ്രമം സൗത്ത് ആഫ്രിക്കയോടേറ്റ കനത്ത തോൽവി മറികടക്കാൻ. ആദ്യ മത്സരം വിജയിക്കാനായി ഇറങ്ങി ബംഗ്ലാദേശ്.
തോൽവികൾക്കിടയിലും പാക് നായകൻ ബാബർ അസമിന് റെക്കോർഡ്. അമേരിക്കയ്ക്കെതിരെ 43 പന്തിൽ 44 റൺസ് നേടിയാണ് ബാബർ അസം റെക്കോർഡ് നേട്ടത്തിലെത്തിയത്. റൺവേട്ടക്കാരിൽ രണ്ടാമത്. 118 20-20 മത്സരങ്ങളിൽ നിന്നായി 4038 റൺസ് നേടിയ വിരാട് കോഹ്ലി.